പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. അജബ അൻ ഖംസത്തി മിനൽ അസ്ഇലത്തിൽ ആതിയ ഫി ജുംലത്തിൻ ഔ ജുംലത്തിൻ യഹ്മിലു കുല്ലു വാഹിദ് മിൻഹ അലാമത്തൈൻ. ശേഷം തന്ന ചോദ്യങ്ങളിൽ നിന്ന് 5 എണ്ണത്തിന് ഒരു സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ ഉത്തരം നൽകുക. എല്ലാത്തിനും ഓരോ മാർക്ക് വീതം. 16ാമത്തെ ക്വസ്റ്റ്യൻ, മാഹിയൽ മഖാല, എന്താണ് ഉപന്യാസം? ആൻസർ, അൽ മഖാലത്തു ഹിയ ബഹ്തുൻ ഖസീറുൻ ഫിൽ ഇൽമി അവൽ അദബി അവൽ സിയാസത്തി അവൽ ഇജ്തിമാഇ തതനാവലു ജാനിബൻ മിൻ ജവാനിബി മൗദൂഇ മാ وتقدم للقارئ بأسلوب سلس وشيق ومنظم. ശാസ്ത്രം, സാഹിത്യം, രാഷ്ട്രീയം അല്ലെങ്കിൽ സമൂഹം എന്നിവയിലെ ഒരു ചെറിയ ഗവേഷണമാണ് ഉപന്യാസം. അതൊരു വിഷയത്തിൻ്റെ ഒരു വശത്തെ അഭിസംബോധന ചെയ്യുകയും വായനക്കാരന് സുഗമവും ആകർഷകവും സംഘടിതവുമായ ശൈലിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. 2ാമത്തെ ചോദ്യം, ഉദ്കർ അർബഅത്ത് മിൻ മുഅല്ലഫാത്തി അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയുടെ 4 കൃതികളുടെ പേര് പറയുക. ആൻസർ, മസ്റഅ, ക്ലിയോപാത്ര, മജ്നൂൻ ലൈല, ഖമീസ്, അലസ്തുഹുദ. 18ാമത്തെ ചോദ്യം, ഇദാ ദഖലത അലാ അഹ്ലിക വസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക മൻ ഖാല വലിമൻ ഖാല. നീ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ മേൽ നീ സലാം പറയുക. അങ്ങനെ സലാം പറഞ്ഞാൽ അത് നിനക്കും നിൻ്റെ വീട്ടുകാർക്കും അത് ബർക്കത്തായിരിക്കുമെന്ന് ആരോട് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. 19ാമത്തെ ചോദ്യം, മാഹിൽ മൗദൂഅത്തുല്ലത്തി റകസ അലൈഹ ഹന്നാമീന ഫി റിവായത്തിഹി. ഹന്നാമീന തൻ്റെ നോവലുകളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ആൻസർ, റകസ അലാ തസ്വീരി ഹയാത്തി അഹ്ലിൽ ബഹരി വ മുആനാതിഹിം വ നഖ്ലി ഖളായ തബഖാത്തിൽ ഫഖീറ വൽ കാദിഹത്തി വ കഫാഹിഹ വ മുആലജത്തിൽ ഹുമൂമിൽ ഉമ്മത്തിൽ അറബിയ്യത്തി വ നളാലിഹ മിൻ അജ്ൽ ഹർരിയത്തി വൽ കറാമത്തി ഇളാഫത്തി ഇലാ ഖസസിൽ ഹുബ്ബി റൊമാൻസിയ. പ്രണയത്തിൻ്റെയും കഥകൾക്ക് പുറമെ കടൽ യാത്രക്കാരുടെ ജീവിതവും കഷ്ടപ്പാടുകളും ചിത്രീകരിക്കുന്നതിലും ദരിദ്രരുടെ തൊഴിലാളി വർഗങ്ങളുടെയും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും അവതരിപ്പിക്കുന്നതിലും അറബ് രാഷ്ട്രീയത്തിൻ്റെ ആശങ്കകളെയും സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും വേണ്ടിയുള്ള പോരാട്ടത്തെയും അഭിസംബോധന ചെയ്യുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അടുത്ത 20ാമത്തെ ചോദ്യം, വൽ മഖ്സൂദ് ബിൽ മസ്റഹിൽ ലഹിനി വ മിൻ റുവാദിഹി മിനൽ അദബിൽ അറബി. മാനസിക നാടകം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അറബി സാഹിത്യത്തിൽ അതിൻ്റെ പൈനിയർമാർ ആരാണ്? ആൻസർ, നൗഉൻ മസ്റഹിയ്യൻ യുആലിജു ഖളായ ഫിക്രിയ്യത്തൻ വ ഫൽസഫിയ്യത്തൻ വ ഇൻസാനിയ്യത്തൻ തജ്രീദിയത്തിൻ വൽയക്തുബു ലിയഖറഅ വയതഖയ്യലു ബിദ്ദഹ്നി അക്സറു മിൻ കൗനിഹി ഖാബിലൻ ലിത്തഹ്സീലിൽ മുബാശറത്തി അലാ ഹസ്ബത്തിൽ മസ്റഅ. അമൂർത്തമായ ഭൗതിക, ദാർശനിക, മാനവീയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു തരം നാടകത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വേദിയിൽ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം വായിക്കാനും സങ്കല്പിക്കാനും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ തൗഫീഖുൽ ഹക്കീമാണ് മുൻഗാമി. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഉദ്കുർ അർബഅത്ത മിനൽ അഅമാൽ ബാസിത്തിൽ ഹന്നാമീന. ഹന്നാമീനയുടെ 4 പ്രമുഖ കൃതികളുടെ പേര് പറയുക. ആൻസർ, അൽ മസാബിഹ് സർഖാ, അസ്റാഉൽ ആസിഫ, അൽ യാത്തിർ, നിഹായത്തു റജലി ഷുജാഇൻ. 22ാമത്തെ ചോദ്യം, മാതാ യുസ്തത്ത് അബ്ദുറഹ്മാൻ റാഫത്തുൽ ബാഷാലിൽ അദബിൽ ഇസ്ലാമി.
ഇസ്ലാമിക സാഹിത്യത്തിന് അബ്ദുറഹ്മാൻ റാഫത്ത് ബാഷ എന്താണ് വ്യവസ്ഥ ചെയ്യുന്നത്? ആൻസർ: യുസ്തർത്ത് ഫീഹി അല്ലാ യക്തഫി ബിമുജറദി ജമാൽ തഅബീരി വ ഇബ്ദാഇ തസ്വീർ ബൽ യജിബു അൻ യകൂന അദബൻ മുമത്തഅൻ ഹാദിഫൻ വ നാഫിഅൻ ഫീ വഖ്തിൻ മഅൻ യൽതസിമു ബിൽ ഖയ്യിം വൽ അഖ്ലാഖ് അൽ ഇസ്ലാമിയ്യത്തി വ ഗർസൽ വഅയി ഫി നുഫൂസിൽ അജിയാൽ. മനോഹരമായ ആവിഷ്കാരത്തിലും സൃഷ്ടിപരമായ ഇമേജറിയിലും മാത്രം ഒതുങ്ങരുത്, മറിച്ച് ആസ്വാദകരവും ലക്ഷ്യബോധമുള്ളതും പ്രയോജനകരവുമായിരിക്കണം. ഇസ്ലാമിക മൂല്യങ്ങളും ധാർമ്മികതയും പാലിക്കുകയും ഭാവി തലമുറകളിൽ അവബോധം വളർത്തുകയും വേണം എന്ന് അദ്ദേഹം വ്യവസ്ഥ ചെയ്യുന്നു. 23-ാമത്തെ ചോദ്യം: മൻഹുവ ഖാലിദ് സഫ്വാൻ വമിദ് ദൗറുൽ ലദീ യുമസ്സിലുഹു ഫി റിവായത്തി അൽ ഖറങ്. ഖാലിദ് സഫ്വാൻ ആരാണ്? അൽ ഖറങ് എന്ന നോവലിൽ അദ്ദേഹം എന്ത് പങ്കാണ് വഹിക്കുന്നത്? ആൻസർ: ഹുവ ളാബിത്തുൻ ഫിൽ ജിഹാസിൽ മുഖബ്ബിറാത്തി വൽ അംനി വയുമസ്സിലു ഫി റിവായത്തി റംസൻ ലി ബത്ശി സൽതത്തി വദ്ദുൽമി വൽ ഖുംഇ വൽ ഇസ്തിബ്ദാദി വത്തഅദീബിൽ വഅശി അല്ലദീ തഅറദ ലഹു ശബാബു വൽ മുസ്ഖഫൂൻ. അദ്ദേഹം രഹസ്യാന്വേഷണ സുരക്ഷാ ഉപകരണങ്ങളിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. കൂടാതെ നോവലിൽ അധികാരത്തിൻ്റെ ക്രൂരത, അനീതി, അടിച്ചമർത്തൽ, സ്വേച്ഛാധിപത്യം, യുവാക്കൾക്കും ബുദ്ധിജീവികൾക്കും മേൽ ചുമത്തുന്ന ക്രൂരമായ പീഡനം എന്നിവയെ അദ്ദേഹം പ്രതീകപ്പെടുത്തുന്നു. 24-ാമത്തെ ക്വസ്റ്റ്യൻ: ഫി അയ്യി ആമിൻ നുശറത്ത് റിവായത്ത് അൽ ഖറങ് ലി അവ്വലി മറത്തിൻ വമൻ ഹുവ മുഅല്ലിഫുഹാ. അൽ ഖറങ് എന്ന നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏത്? അതിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ: താരിഖ് നസ്ർ ആം 1974 മീലാദിയ. അത് പബ്ലിഷ് ചെയ്ത വർഷം 1974 അൽ മുഅല്ലഫ്. രചയിതാവ് അൽ അദീബ് അൽ മിസ്രി നജീബ് മഹ്ഫൂദ്. രചയിതാവ് ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ നജീബ് മഹ്ഫൂദ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ: മാഹിയൽ മറാഹിലുൽ മുഖ്തലിഫത്തു അല്ലതി മറ അലൈഹാ തൗഫീഖുൽ ഹക്കീം ഫി കിതാബത്തിൽ മസ്റഹിയ്യ. നാടകങ്ങൾ എഴുതുന്നതിൽ തൗഫീഖുൽ ഹക്കീം കടന്നുപോയ വ്യത്യസ്ത ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ: മറ ബി ഖംസതി മറാഹില അസാസിയ. മർഹലത്തുൽ മസ്റഹിയ്യത്തുൽ ഫക്കാഹിയ, മർഹലത്തുൽ മസ്റഹിയ്യത്തുൽ ഇജ്തിമാഇയ്യ വൽ വാഖിഇയ്യ, മസ്റഹത്തുൽ മസ്റഹിയ്യത്തുൽ ദഹ്നിയ്യ, മസ്റഹിയ്യത്തുൽ ഹാദിഫ, മർഹലത്തുൽ മസ്റഹിയ്യത്തുൽ ലാമിഅഖൂല. അദ്ദേഹം 5 പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. നർമ്മനാടകത്തിൻ്റെ ഘട്ടം, യാഥാർത്ഥ്യബോധമുള്ള സാമൂഹ്യ നാടകത്തിൻ്റെ ഘട്ടം, ഭൗതിക നാടകത്തിൻ്റെ ഘട്ടം, ഉദ്ദേശപൂർണമായ നാടകത്തിൻ്റെ ഘട്ടം, അസബന്ധ നാടകത്തിൻ്റെ ഘട്ടം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ കൊടുത്തേക്കാം. ആൻസർക്ക് ലഭിക്കാൻ വേണ്ടി വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.